എല്ലാവർക്കും നമസ്കാരം. നമുക്കടുത്തത് പാറ്റേൺ ക്ലാസ്സുകളിലേക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇലക്ട്ര ജെമിനി കമ്പനിയുടെ ജെമിനി പാറ്റേൺ എഡിറ്റർ എന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇപ്പോൾ അവരുടെ പുതിയ വേർഷനാണ് ഈ കാണുന്ന ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന വേർഷനാണ് ജെമിനി പാറ്റേൺ എഡിറ്റർ. ഈ ജെമിനി പാറ്റേൺ എഡിറ്റർ വന്നിട്ട് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് അതിൻ്റെ ഡെമോ. പക്ഷേ ക്രിയേറ്റീവ് സ്റ്റുഡിയോ നമുക്ക് കിട്ടത്തില്ല, കാരണം ഇത് ക്ലൗഡ് ബേസ്ഡ് ലൈസൻസ് ആയതുകൊണ്ട് കിട്ടത്തില്ല. ഇവിടെയുള്ളതൊക്കെ മെയിൻ ടൂൾ എന്ന് പറയും. ഇതൊക്കെ അതിൻ്റെ ഒന്ന് സബ് ടൂളുകൾ എന്ന് പറയും. ഈ ടൂളുകളൊന്നും ഞാൻ നിങ്ങൾക്കിപ്പോൾ തനിച്ച് ക്ലാസ് എടുക്കുന്നില്ല. നമുക്ക് ഒരേ ഇതിലേക്ക് പോകുമ്പോൾ അത് ഡീറ്റെയിലായി നോക്കാം, അതായിരിക്കും നമുക്ക് എളുപ്പം. ഇതൊക്കെ ഡിഫാൾട്ട് ടൂൾ എന്ന് പറയും. ഇതൊക്കെ വന്നിട്ട് മെയിൻ ടൂൾ എന്ന് പറയും. ഇത് അതിൻ്റെ സബ് ടൂൾ എന്ന് പറയും. ഇവിടെ പ്രോപ്പർട്ടി ടേബിൾ, നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് ഇവിടെ ചെയ്യണമെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മൾ അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുക. മെഷറിങ് നോക്കുന്നതും മെഷറിങ് ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ ഇവിടെ ആയിരിക്കും. ഒരേ ടൂളുകളായിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ടൂളുകളൊക്കെ വിസിബിൾ ആവുകയുള്ളൂ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CM അലൗൺസ് വിസിബിൾ ചെയ്ത് നോക്കാനും ക്ലോസ് ചെയ്ത് നോക്കാനും, ഇത് ഗ്രേഡിംഗ് ഉണ്ടെങ്കിൽ ഗ്രേഡിംഗ് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഡയറക്റ്റായിട്ട് പ്ലോട്ടറിലേക്ക് കൊടുക്കുന്നത്. അതേപോലെ ഇത് വന്നിട്ട് മെഷർമെൻറ്റ് ടേബിള്, അതൊക്കെ നിങ്ങൾക്ക് ആ സ്ഥലം വരുമ്പോഴത്തേനും അത് മനസ്സിലാവും. ഞാൻ ആദ്യം ഇവിടെ ഡ്രാ ടേബിൾ പരിചയപ്പെടുത്തിത്തരാം, ഡ്രാ ടൂൾ പരിചയപ്പെടുത്തിത്തരാം. ഡ്രാ ടൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ. നമുക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ നമുക്ക് ഈ രണ്ടെണ്ണം മാത്രമേ ആദ്യം പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊന്നും വരാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ. എന്തെങ്കിലും പാച്ചോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് വരാറുള്ളൂ. മാക്സിമം വരുന്നത് വന്നിട്ട് ഇത് രണ്ടും മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും മതി എന്ന് പറഞ്ഞത്. ഒക്കെ അത് തന്നെയാണ്, ഒക്കെ നമ്മൾ ഈ ചതുരം വരയ്ക്കുന്ന പോലെ തന്നെയാണ്, മനസ്സിലായോ? ഒക്കെ അതേ തന്നെ സംഭവം. അടുത്തത് ഇതിൻ്റെ ഒരു ഉപയോഗമുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ട്രേസ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യും. അതേപോലെ ഇത് പെന്ന്, ഇതിൻ്റെ ആവശ്യം വരാറില്ല. ഇത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഈ ട്രേസ് ടൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടെന്ന് വെച്ചോ, ഇപ്പം നമുക്കിത് ട്രേസ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ട്രേസ് ആവും, മനസ്സിലായോ? അതേപോലെ നമുക്ക് ആ ഡോട്ടഡ് ട്രേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, 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 അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. വേറെ ഡ്രാ ടൂളിനെ കുറിച്ച് പറയാൻ എനിക്ക് അത്രയേ ഉള്ളൂ. അടുത്ത് വന്നിട്ട് നമുക്ക് ഷേപ്പ് ടൂളിലേക്ക് പോകാം. ഷേപ്പ് ടൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഡ്രോ ടൂളുണ്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒറിജിനെ പറ്റി പറഞ്ഞുതരാം. ഈ ഒരു ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ 4 ലൈനും വന്ന് ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് നമുക്ക് 0. ഓക്കെ, ഇത് വന്നിട്ട് Y ഡയറക്ഷൻ, ഇങ്ങോട്ട് പോകുന്നത് X ഡയറക്ഷൻ, ഇത് വന്നിട്ട് -X ഡയറക്ഷൻ, ഇത് വന്നിട്ട് -Y ഡയറക്ഷൻ. അതേപോലെ നമ്മൾ എന്താ പറയുക, മറ്റേ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോയിൻ്റ്, അതേപോലെ പെർസെൻറ്റേജ്, ഡോട്ടഡൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ടൂൾ യൂസ് ചെയ്യുമ്പം ഇത് വന്നിട്ട് ക്ലോക്ക് വൈസിൽ മാത്രമേ പോകുള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുക്കണമെങ്കിൽ മൈനസിൽ കൊടുക്കണം. ഓക്കെ, ഡിഗ്രി ആണെങ്കിലും ശരി, പോയിൻ്റ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. ഓക്കെ, നമ്മൾ അതേപോലെ ഏത് പോയിൻ്റ്, ഇതിനൊക്കെ മെയിൻ പോയിൻ്റ് എന്നാണ് പറയുക. ഈ ചതുരത്തിൽ കാണുന്നുണ്ടല്ലോ, മെയിൻ പോയിൻ്റ് എന്ന് പറയും. 2 തരം പോയിൻ്റുകൾ വരാറുണ്ട്. ഒന്ന് വന്നിട്ട് മെയിൻ പോയിൻ്റ്, ഒന്ന് വന്നിട്ട് കർവ് പോയിൻ്റ്. പിന്നെ ഉള്ളത് ഇൻറ്റേർണൽ പോയിൻ്റാണ്. ഇൻറ്റേർണൽ പോയിൻ്റ് നമുക്ക് ആവശ്യമില്ല. കർവ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ പോയിൻ്റ് ആയിരിക്കും, ഇതാണ് കർവ് പോയിൻ്റ്. അതായത് ഈ പോയിൻ്റ് വന്നിട്ട് എന്താ പറയുക, നമുക്ക് ഗ്രേഡിങ് കൊടുക്കാൻ പറ്റത്തില്ല.
അത്രയേ ഉള്ളൂ. മെയിൻ പോയിന്റിൽ മാത്രമേ ഗ്രേഡിങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ സെറ്റ് ഒറിജിൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു, കാരണം എനിക്ക് ഇവിടെ നിന്നാണ് വാല്യൂ വേണ്ടത്. ഞാനിപ്പോൾ ഒരു നെക്ക് വിത്ത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 9 സി കൊടുത്തെന്ന് വെച്ചോ. അതേപോലെ ഷോൾഡർ വന്നിട്ട് എനിക്കൊരു 40 cm വേണം, അതിന് ഞാനൊരു 20, ഇത് പകുതിയാണ് കൊടുക്കുന്നത്. എപ്പോഴും പാറ്റേൺ ഇടുമ്പോൾ വന്നിട്ട് നമ്മൾ മിററേ ഇടാൻ പാടുള്ളൂ. മിറർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ട് സ്ഥലത്തും ഷേപ്പ് ഒരേപോലെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിലൊരു ഷേപ്പായി പോകും, ആ സൈഡിലൊരു ഷേപ്പായി പോകും. പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിൻ്റ് പോകുന്നതായിരിക്കും. അപ്പം ഞാൻ ഇപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലൈനുണ്ടല്ലോ, ഈ ലൈനിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ ലൈൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്, അതിനെ ഞാൻ കർവ് ലൈനാക്കി മാറ്റിയതിന് ശേഷം ഞാനിതിൽ ഷേപ്പ് കൊടുക്കും. മനസ്സിലായോ? ഈ ഷേപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അൺഈവനുണ്ട്. ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം ഈ ഏരിയ എന്തായാലും 90 ഡിഗ്രിയിൽ വേണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊരു ബാക്ക് നെക്ക് ഡ്രോപ്പാണെന്ന് വെച്ചോ, നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ഇങ്ങനത്തെ ഷേപ്പ് നമുക്ക് നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ 90 ഡിഗ്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ടൂളുള്ളത്. ഇപ്പോൾ കൊണ്ട് അത് ഒരേ ലെവലിൽ അങ്ങനെ നല്ല സ്മൂത്തായിട്ട് വന്നു. അടുത്തത്, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊന്ന് ആൾട്ടർ ചെയ്യണം. ഇത് ആൾട്ടർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ, ഇത് അതിൻ്റെ പാരലായിട്ട് ആകുന്നില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗമുള്ള ഒരു ടൂളാണ് ഈ വന്നിട്ട് പോയിൻ്റ് സ്മൂത്ത് ടൂൾ എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലെവൽ അങ്ങനെ അവിടെ തന്നെ നിൽക്കും. കണ്ടോ, നമ്മളിവിടെ പോയി കഴിഞ്ഞാലും ആ സ്മൂത്ത്നെസ് അവിടുന്ന് പോകത്തില്ല. അത് ഈ സൈഡിലാകുന്നതിനനുസരിച്ച് ആ സൈഡിലും ആകും. ഓക്കെ, ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളിങ്ങനെ നിർത്തിയിട്ട് ഇതും ഒന്ന് തന്നെയാണ്. പുറത്തും ഒരേപോലെ മാറും. അത് എന്ത് ഷേപ്പാണെങ്കിലും മാറും. ഇത് വന്നിട്ട് സ്മൂത്തായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് എന്ത് ഷേപ്പാണെങ്കിലും നമുക്ക് മാറും. ഇങ്ങനെ ഷേപ്പ് ഉണ്ടെന്ന് വെച്ചോ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ അത് മാറുള്ളൂ. അതാണ് ആ ടൂളിൻ്റെ കാര്യം. പിന്നെ ഇത് രണ്ടും നമ്മൾ നോക്കി. അടുത്തത് വന്നിട്ട് ഇതാണ്. ഇപ്പോൾ എക്സാമ്പിളിന് എനിക്ക് ഈ ലെങ്ത്ത് വന്നിട്ട് ഇപ്പോൾ 10 cm അടുത്തുണ്ട്. ഇതിപ്പോൾ എനിക്ക് വന്നിട്ട് ഇപ്പോൾ ഞാനത് കുറച്ച് വലുതാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഈ ടൂളാണ് യൂസ് ചെയ്യുക. അത് ഏത് ഡയറക്ഷനിൽ വേണം. അപ്പം ഞാനത് 10 cm ആക്കിയിട്ട് എനിക്ക് ഏത് ഡയറക്ഷനിൽ വേണം. കണ്ടോ, അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് എപ്പോഴും കോൺസ്റ്റൻ്റായി നിൽക്കുന്ന പോയിൻ്റ്, ഇത് മാറിപ്പോകുന്ന പോയിൻ്റ്. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ നമ്മൾ വാല്യൂ കൊടുത്തത് ഇത് സെലക്ട് ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ട് ഇത് അങ്ങോട്ട് പോയി. അത് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും. പക്ഷേ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഈവനായിട്ട്, ഇപ്പം ഒരു CM ഇൻക്രീസ് ആക്കുകയാണെങ്കിൽ അത് മൊത്തം ഇങ്ങോട്ട് അര CM അങ്ങോട്ട് അര CM അതിൻ്റെ പകുതിയിൽ നിന്നാവും. അതാണ് ഇതിൻ്റെ ഓരോ ഉപയോഗം വരുമ്പോഴും നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവും. അടുത്തത് എക്സ്റ്റെൻഡ്. ഇതിപ്പോൾ നമുക്കൊരു എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ, അതായത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ വന്നിട്ട് എനിക്കൊരു അര CM വന്നിട്ട് ഞാനിത് ഫില്ല് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ആ ടൂളാണ് യൂസ് ചെയ്യുക. ആ രണ്ട് പോയിൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ കൊടുത്തിട്ട്, ഇപ്പം ഞാനവിടെ 0.5 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ 0.5 ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു അര CM ഫില്ല് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം, ഇതിപ്പോൾ വന്ന സ്ഥലം. ഓക്കെ, അടുത്തത്
അടുത്തതൊക്കെ പാരലൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ടൂളുകളാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ടൂളിൻ്റെ ഉപയോഗം വരുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ വളഞ്ഞിരിക്കുകയാണെന്ന് വെച്ചു. ഞാൻ ഈ 4 ലൈനും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ പാരലൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരേ ലെവലിലാവും. അത് തന്നെയാണ് ഇത് വന്നിട്ട് നമ്മളിപ്പം വെർട്ടിക്കലിൽ കൊടുത്തു. ഇത് വേണമെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലിൽ കൊടുക്കാം. ഇത് വന്നിട്ട് എന്താ പറയുക, സൈഡിൽ സ്ലാൻഡിങ്ങിൽ കൊടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് എത്ര പോയിൻ്റ് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനെ വന്നിട്ട് ഇപ്പം ഞാനൊരു 5ആയി വിഭജിക്കണമെങ്കിൽ എനിക്ക് വന്നിട്ട് ഈ ടൂളാണ് ആവശ്യം. ഇപ്പം ഞാനിത് ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനായിട്ട് 5 എണ്ണമായിട്ട് വരും. അതേപോലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് വന്നിട്ട് ഇപ്പോൾ എനിക്ക് കർവ് ആക്കണം. ഞാൻ കർവ് ആക്കണമെങ്കിൽ ഇത് 3 പോയിൻ്റ് ഇട്ട് ഈ പോയിൻ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് പോയി കർവ് പോയിൻ്റ് ആക്കി അതിന് ശേഷം ഇതിങ്ങനെ കൊടുക്കണം. അതിന് അല്ലാണ്ട് നമുക്ക് ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര CMൽ വേണോ ആ കർവ്, ഒരു 4 CMൽ വേണമെങ്കിൽ 4 CM കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കർവ് ആകും. അടുത്തത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഷോൾഡറൊക്കെ ഏതെങ്കിലും കസ്റ്റമർ വന്നിട്ട് ഡിഗ്രിയിൽ ചോദിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏത് താന്നു പോകണോ അത്, രണ്ടാമത് ഏത് കോൺസ്റ്റൻ്റായി നിൽക്കണോ അത്, അതിനുശേഷം ആ ടൂൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് വാല്യൂ, ഇപ്പോൾ 20 ഡിഗ്രി വേണമെങ്കിൽ 20 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 ഡിഗ്രിക്ക് സ്ലാൻഡ് ആവും. പിന്നെ അതേപോലെ ഇത് വന്നിട്ട് പോയിൻ്റ്, ഇതിപ്പോൾ എന്താ പറയുക, ഞാനിവിടെ ഒരു പോയിൻ്റ് ഇട്ട് ഇത് കോൺസ്റ്റൻ്റായി വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് ഇപ്പം ഇപ്പോൾ ഇതിൽ പോയിൻ്റ് ഇടുകയാണ്. എനിക്കൊരു 10 CM കഴിഞ്ഞിട്ടൊരു പോയിൻ്റ് വേണം. അതേപോലെ -10 CMൽ ഒരു പോയിൻ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരു പോയിൻ്റ് വന്നു, ഇവിടേക്ക് ഒരു പോയിൻ്റ് വന്നു, അങ്ങനെ ആഡ് പോയിൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. ഇത് വന്നിട്ട് ഇപ്പോൾ ആഡ് പെർസെൻറ്റേജ് പോയിൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസിലുള്ള ആദ്യത്തെ പോയിൻ്റിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടും. ഇപ്പം ഞാനിത് വന്നിട്ട് ഒരു 15% കൊടുക്കുകയാണെങ്കിൽ 1.5 CM 15% വന്നു. അതാണ് ആ പെർസെൻറ്റേജ് കൊടുക്കാനുള്ളത്. ഇത് ബൾജ്, ക്ലോസ് ബൾജ്, ഫുൾനെസ്, ഫ്രഞ്ച് കർവ്, മിറർ, ഇതൊക്കെ വന്നിട്ട് നമുക്ക് അതായത് അതിൻ്റേതായ യൂസ് വരുമ്പോൾ നമുക്ക് നോക്കാം. അധികം ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഗാർമെൻറ്റ് ടൂള്. ഗാർമെൻറ്റ് ടൂളിൽ വന്നിട്ട് നമുക്ക് ആദ്യം കാണുന്നത് വന്നിട്ട് ഇപ്പം നമുക്ക് CM അലൗൺസ് കൊടുക്കണമെന്ന് വെച്ചോ. ഇതിലെപ്പോഴും ഡിഫോൾട്ടായിട്ട് ഒരു CM അലൗൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കത് വേണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റിങ്ങിൽ പോയി മാറ്റേണ്ടി വരും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം എനിക്കിപ്പോൾ CM അലൗൺസ് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഗാർമെൻറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് CM അലൗൺസിൻ്റെ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇവിടെ 3 CM ആണെങ്കിൽ 3 CM വരും. അതേപോലെ ഇപ്പോൾ ഈ കോർണർ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് മാറണമെങ്കിൽ മാറ്റാം. ഒക്കെ 90 ഡിഗ്രി ആയതുകൊണ്ട് എടുക്കുന്നില്ല കേട്ടോ. അതേപോലെ ഇത് വന്നിട്ട് ഇപ്പം നമുക്ക് നോച്ച് 2 പോയിൻറ്റിൻ്റെ ഇടയിൽ ഇത് കൊടുത്തിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് വേണം എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജ് ബേസിൽ കൊടുക്കുന്നതാണ് ഈ നോച്ച്. അവിടെ പോയിൻ്റ് കൊടുത്തുള്ളൂ, അതേ സാധനം തന്നെ ഇത്. അതേപോലെ ഇത് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റിലൊരു നോച്ച് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റിൽ കൊടുക്കാം. അതിൻ്റെ ഷേപ്പുകൾ V ഷേപ്പ് വേണോ, U ഷേപ്പ് വേണോ, അത് അവിടുന്ന് എന്തെങ്കിലും ആ പോയിൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കണോ, അതൊക്കെ നമുക്കിവിടെ പ്രോപ്പർട്ടി ടേബിളിൽ എഡിറ്റ് ചെയ്യാം. സെയിം അതേപോലെ തന്നെയാണ് ഈ 3 നോച്ചുകളും. ഇത് വന്നിട്ട് ലൈൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 CMൽ ആ ലൈൻ വരും. അത് നമുക്കിവിടെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട് ഇടണമെങ്കിൽ ഡോട്ട് ഇടാം. അതേപോലെ ഇത് വന്നിട്ട് 2 സൈഡിലേക്ക് ലൈൻ പോകും. ഇത് വന്നിട്ട് പാരലലായിട്ട്, അതായത് എന്താ പറയുക, ഇത് 3 CM കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 CMത്തിലേക്ക് വരും. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ പാറ്റേൺ ഇടുമ്പോൾ പകുതി ഇടണം എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഹാഫ് പാറ്റേൺ ഇട്ട് കഴിഞ്ഞാലുള്ളൂ 2 സൈഡിലും ഒരേപോലെ സിമെട്രിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടൂള്. അടുത്തത് ഇത് ഇൻറ്റേർണൽ എന്തെങ്കിലും ഗ്രെയിൻ ആക്സിസോ എന്തെങ്കിലും ലൈൻ കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ വന്നിട്ട് ഇപ്പം നമുക്ക് വെട്ടാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡയറക്ഷൻ നോക്കണം.
ആ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൂള്. ഓക്കെ, ഇങ്ങനെ കൊടുക്കണം. അതായത് എന്തെങ്കിലും ഇത് 45 ഡിഗ്രിയിലോ 90 ഡിഗ്രിയിലോ എങ്ങനെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുക്കാം. അല്ലാണ്ട് നമ്മളിത് ചെക്ക് പീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് തന്നെ അത് വരികയും ചെയ്യും. അങ്ങനെ ചെക്ക് പീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വരികയും ചെയ്യും. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ഇത് വന്നിട്ട് നമുക്ക് ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് വന്നിട്ട് ഇൻറ്റേർണൽ എന്തെങ്കിലും പോയിൻ്റ് ഇടണമെങ്കിൽ ഇതൊക്കെ ഫ്ലീറ്റും ഡാർട്ടുമാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യുമ്പോഴുള്ള അത് എന്തിനു വേണ്ടി എങ്ങനെ ചെയ്യുമ്പോൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴുള്ള അത് നമുക്ക് കൃത്യമായിട്ടിരിക്കുകയുള്ളൂ, കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അത് ഞാൻ ഇപ്പോഴത്തേക്ക് പോകുന്നില്ല. അടുത്ത ഗ്രേഡിങ്ങും വന്നിട്ട് നമുക്ക് ഗ്രേഡിങ്ങിൻ്റെ ആ ലെവലിൽ പോകുമ്പോൾ അത് നോക്കാം. അടുത്ത ഇത് മെഷറിങ് ടൂളാണ്. ഇത് വന്നിട്ട് നമുക്ക് 2 പീസ് ജോയിൻ ചെയ്ത് നോക്കാൻ, ഇത് 2 ജോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് നോക്കാൻ, ഇത് വന്നിട്ട് പീസുകൾ വന്നിട്ട് വാക്ക് ചെയ്ത് നോക്കാൻ, ഇത് വന്നിട്ട് ലെങ്ത്ത് അളക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഇത് നമുക്ക് ഇതേ ഷേപ്പിൽ ഇങ്ങനെ അളന്നിട്ട് ഇപ്പോൾ ടോട്ടലായിട്ട് ഈ ലെങ്ത്ത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കാൻ 26. അതേപോലെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അളക്കണമെങ്കിൽ ഇവിടുന്ന് എത്രയുണ്ട് എന്ന് നോക്കാൻ എന്നൊക്കെ ഉള്ള ടൂളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇനി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മേലെയുള്ള ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇത് പ്രൊജക്റ്റ് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാൻ, ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു ഇൻ്റർഫേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ ഒരു വർക്ക് ചെയ്ത ഫയൽ എടുത്തിട്ട് വീണ്ടും നമ്മൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് സേവസ് കൊടുത്തിട്ട് പുതിയ നെയിമിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഇമ്പോർട്ട്. അതായത് പല പാറ്റേൺ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഓരോ ഇതിൻ്റെ ഫയലും ഓരോ വ്യത്യാസമായിരിക്കും. അത് വന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഗർബർ, അസിസ്റ്റ്, ലെക്ട്ര, ഇൻവെസ്ട്രോണിക്ക, അതല്ലാണ്ട് ഇത് DX ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, PLT ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കട്ട് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഓരോ ഓപ്ഷനേ ഉള്ളൂ. DXF പേസ്റ്റ് ടൂള് ഒക്കെ ഇവിടെ ഉള്ളത് തന്നെ വരും. അടുത്ത് വന്നിട്ട് ഈ പീസ് ടൂളാണ് ഇത്, ഈ ഷേപ്പ് ടൂളാണ് ഇത്, ഈ ഡ്രാ ടൂളാണ് ഇത്, അടുത്തത് ഇത് ഗാർമെൻറ്റ് ടൂള്, ഇത് ഗ്രേഡിങ്, ഇത് ചെക്കിംഗ് ടൂള്, അടുത്ത് വന്നിട്ട് സെറ്റിങ്, വിൻഡോസ്, ഹെൽപ്പ്. വിൻഡോസിലൊന്നുമില്ല, സെറ്റിങ്ങിൽ ജനറൽ സെറ്റിങ്ങാണ്. ജനറൽ സെറ്റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബാക്കപ്പ് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഒരു ഏരിയയിൽ വന്നിട്ട് നമുക്ക് ആ ബാക്കപ്പ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. എങ്ങാനും ഫയലുകൾ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്, അതായത് പാറ്റേണിൻ്റെ ബാക്കപ്പ് ഫയൽ, ഇത് വന്നിട്ട് ഗ്രേഡിങ്ങിൻ്റെ ബാക്കപ്പ്, അങ്ങനെ സൈസെറ്റിൻ്റെ ബാക്കപ്പ്, പിന്നെ നമ്മൾ എന്താ പറയുക ഈ സൈസെറ്റിനൊക്കെ ഡയമെൻഷൻ കൊടുക്കുന്നതിൻ്റെ ബാക്കപ്പ്, അതൊക്കെ എടുത്ത് വയ്ക്കാം. അതൊക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും. പിന്നെ അതേപോലെ ഇത് പേജിൻ്റെ ഏരിയ, പേജ് സെറ്റപ്പ്, ഇതൊക്കെ ഡിഫാൾട്ടായിട്ട് തന്നെ ഉണ്ടാവും. അതിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത് ടെക്നിക്കൽ നോക്കുമ്പോൾ ആണെങ്കിൽ ഇത് നമ്മൾ ആ സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ പോയിൻ്റ് എങ്ങനെ വേണം എന്നുള്ളതാണ്. സ്ക്വയറിൽ വേണോ അതോ ട്രയാങ്കിളിൽ വേണോ എന്നുള്ളത് ഞാനിതിൽ സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നോച്ച് ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ പറയുക മാർക്കിംഗ് നോച്ച് ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചെന്നില്ലേ, ആ എന്ത് ഷേപ്പ് വേണം ഡിഫാൾട്ടായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം, എത്ര ലെങ്ത്ത് വേണം. അത് പോകെ നമുക്കതിൽ പ്രോപ്പർട്ടി ടേബിളിൽ പോയിട്ട് നമുക്ക് അത് ആൾട്ടർ ചെയ്ത് എടുക്കാം. അതേപോലെ ഇൻറ്റേർണൽ പോയിൻറ്റിൻ്റെ വിത്ത്, ലെങ്ത്ത്, CM അലൗൺസിൻ്റെ വിത്ത്, അതൊക്കെ നമ്മളിതിൽ ഡിഫാൾട്ടായിട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് എന്ത് കളർ വേണം, ഓരോ ഇപ്പോൾ എന്താ പറയുക അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പാറ്റേൺ ഇടുമ്പോൾ കളറുകൾ ആവശ്യം വരാറില്ല, എങ്ങാനും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഒരു പാറ്റേൺ വർക്ക് ചെയ്തിട്ട് അത് മാർക്കറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഷെയ്ഡ് ഇഷ്യൂ വരുന്ന സമയത്ത് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഡിജിറ്റൈസർ ഒന്നും ഇപ്പോൾ കാണാറില്ല, എന്നാലും ഇതിൻ്റെ ഉപയോഗം, അതായത് നമുക്ക് ഒരു
ഹാർഡ് കോപ്പി പാറ്റേൺ വരികയാണെങ്കിൽ അത് വന്നിട്ട് നമ്മൾ എന്താ പറയുക ഒരു ടേബിളോ അല്ലെങ്കിൽ ഡിജിറ്റൈസർ ടേബിളിൽ വന്നിട്ട് അത് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പാറ്റേൺ ആയിട്ട് അത് മാറ്റും. അതാണത്. അതേപോലെ എന്താ പറയുക ഫോട്ടോ ഡിജിറ്റൈസറും ഉണ്ട്. ഫോട്ടോ ഡിജിറ്റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുത്തതിന് ശേഷം അത് പാറ്റേണാക്കി മാറ്റും. അങ്ങനെ പ്ലോട്ടറിൻ്റെ സെറ്റപ്പ്. പ്ലോട്ടർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനതിന് സെറ്റപ്പ് പിന്നീട് കാണിച്ചു തരാം. പ്ലോട്ടറിൻ്റെ ഉപയോഗം പ്ലോട്ടറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനതിൻ്റെ സെറ്റിംഗ് കാണിച്ചു തരാം. ഇത് നമുക്ക് കീവേഡിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് കീ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഇതിലൊന്നുമില്ല. പിന്നുള്ളത് ഹെൽപ്പ്. ഇത് പീസ് ചെക്ക് ചെയ്യുന്നത്, അതായത് പീസിൽ എന്തെങ്കിലും എററോ ഇഷ്യൂവോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് അതായത് എന്താ പറയുക ഒരു പാറ്റേണെ ഗ്രൂപ്പാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അറേഞ്ച് മീൻസ് ഇങ്ങനെ കുറച്ച് പാറ്റേൺ ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം അറേഞ്ച് ആയി നിൽക്കും. അത് തന്നെയാണ് ഇതും. ഇതൊക്കെ സൂം അറേഞ്ച് ഒക്കെ ആ ലെവലിൽ തന്നെയാണ്. ഇത് വന്നിട്ട് ഇൻറ്റേർണലിൽ എന്തെങ്കിലും മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി. ഇത് വന്നിട്ട് നമ്മൾ ഈ എക്സ്റ്റേണൽ മെഷർമെൻറ്റ്. ഇത് CM ലൈൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഗ്രിഡ് കാണാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഗ്രേഡിങ് ഓണാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പ്ലോട്ടറിലേക്ക്, ഇത് പ്രിൻ്ററിലേക്ക് കോപ്പി പേസ്റ്റ് കട്ട് സേവ് ഓപ്പൺ ന്യൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് പാറ്റേൺ മേക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്കൊരു ബേസിക് സ്റ്റൈലായ ക്രൂനെക്ക് ടീഷർട്ടിൽ മുതൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അതായത് എന്താ പറയുക ബിഗിനർ ടു എക്സ്പെർട്ട് ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുവരെ കൊണ്ടുപോകണം. അപ്പോൾ ശരി എന്നാൽ ബൈ.